ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണാം. ഉസ്താദുമാര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ നേർവഴിയിലേക്ക് നയിച്ചതും നല്ല സമൂഹത്തെ വാർത്തെടുത്തു എന്നും എന്നും എപ്പോഴും എങ്ങനെയാണ് അതിലേറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗമാണ് ഉസ്താദുമാർ എന്നുള്ളത്. കുട്ടികളുടെ ചെറിയ ചെറിയ തെറ്റുകൾ മാതാപിതാക്കൾ ഉസ്താദുമാരെ വിളിച്ചു പറഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ അരങ്ങാണ് അത് കുട്ടിയെ ഉപദേശിക്കുന്ന ഒരു ശീലം കേരളീയ സമൂഹത്തിൽ ഇപ്പോഴും നിലനിന്ന് പോകുന്ന രംഗമാണ്. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ആ ഉസ്താദിനെ ആവർത്തിച്ച് തല്ലാണ്. ആ നാട്ടിൽ ചോദിക്കാൻ കമ്മിറ്റിക്കാരുണ്ട്, അയാൾക്ക് പരാതി കൊടുക്കാൻ ഇവിടെ നിയമങ്ങളുണ്ട്. ആ കുട്ടി പഠിക്കാത്തതിൻ്റെ വിഷയത്തിൽ ആക്ഷൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ രണ്ടടിയടിച്ചതിൻ്റെ പേരിൽ ആ കുട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ ഉസ്താദിനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. തുച്ഛമായ ശമ്പളത്തിന് വീട് വിട്ട് കുടുംബത്തെ വിട്ട് ആ നാട്ടിൽ വന്ന് ചെറിയ പിഞ്ചു മക്കളെ മാറോട് ചേർത്തിപ്പിടിച്ച് അക്ഷരം പഠിപ്പിച്ച് അള്ളാനെ പഠിപ്പിച്ച് നിസ്കാരം പഠിപ്പിച്ച് ഇബാദത്തിലേക്ക് കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു അധ്യാപകനെ തലക്കിട്ടടിക്കുന്ന ക്രൂരമായി മർദ്ദിക്കുന്ന ഈ രംഗം കണ്ടപ്പോൾ കൽബ് പൊട്ടാണ്. എത്ര ചെറിയ ശമ്പളത്തിനാ ജോലി ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ശമ്പളം കുറഞ്ഞ് പ്രാരാബ്ധം കാരണം ആത്മഹത്യ ചെയ്തൊരു ഉസ്താദിന്റെ രംഗം കണ്ടത്. എന്നിട്ട് ഒരു ബോധം വരുന്നില്ലെങ്കിൽ ഈ രംഗത്തേക്ക് ആരാ ഉണ്ടാവുക? തീ പിടിപ്പിക്കാൻ ആരാ ഉണ്ടാവുക? കള്ളും കഞ്ചാവുമായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നേർവഴിക്ക് നയിക്കേണ്ട ഉസ്താദുമാരെ ക്രൂരമായി മർദ്ദിക്കുന്ന കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടത് നമ്മുടെ മക്കളാണ്, നമ്മളാണ്. നേർവഴിക്ക് നയിക്കേണ്ട ഉസ്താദുമാരെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് മാരകമായ വിപത്താണെന്ന് ഓർക്കൽ നല്ലത്.